അനീഷ് രവി നാടകരംഗത്തും മിമിക്രി രംഗത്തും ഒരുപോലെ കഴിവ് തെളിയിച്ച അതുല്യ കലാകാരൻ. ഇന്ന് ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും എത്തി നിൽക്കുന്നു ഇദ്ദേഹത്തിന്റെ അഭിനയ കഴിവ്. സ്വാഗതം ചെയ്യാം ഈ ബഹുമുഖ പ്രതിഭയെ. വെൽക്കം ടു സിംഗപ്പൂർ, അനീഷ് രവി. നമ്മളിപ്പോൾ ഇവിടെ സിംഗപ്പൂരിലെ പാരഡൈസ് ബിരിയാണിയിൽ ലഞ്ചിന് വന്നേക്കുന്നതാണ് കേട്ടോ. നമ്മൾ ഈ ലഞ്ചിന് വരാനൊരു കാരണമുണ്ട്. നമ്മൾ ഒരു അതിഥിയെ നമ്മളിന്ന് കാണാൻ വേണ്ടിയാണ് വന്നത്. അപ്പം ആരാന്നില്ലേ? അതെ, അനീഷേട്ടൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഒരു കുഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അനീഷേട്ട, വെൽക്കം ടു സിംഗപ്പൂർ. താങ്ക് യു സോ മച്ച്. ഞാൻ പല പ്രാവശ്യം വന്നിട്ടുണ്ട്, ഷോയ്ക്കുമായിട്ടും അല്ലാതെ ഫാമിലി വിസിറ്റുമായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ടൈം വന്നത് കേരളയുടെ ഒരു പ്രോഗ്രാമിന് വന്നതാണ്. അതെ, ഇപ്പോൾ ഞാൻ വന്നത് ആക്ച്വലി ഞങ്ങളൊരു ക്രൂസിൽ നമ്മുടെ റോയൽ കരീബിയൻ്റെ ആന്തം ഓഫ് ദ സീ എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു ഷിപ്പുണ്ട് ക്രൂസിൽ. അപ്പോൾ ക്രൂസിൽ ഞാനും വൈഫും കൂടി ഞാൻ ഈ ക്രൂസ് കോംറൈഡ് എന്നൊരു കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡറാണ്. അപ്പോൾ അതിൻ്റെ ഞങ്ങളൊരു 10-35 പേര് വന്നിട്ടുണ്ടായിരുന്നു. 10,000 പേരുടെ യാത്രക്കാരുടെ 35 മലയാളികൾ ഞങ്ങളുണ്ടായിരുന്നു. ഓ, അത് ശരി. ഞാൻ കൊച്ചിയിൽ നിന്ന് സിംഗപ്പൂർ വന്നു. സിംഗപ്പൂരിൽ നിന്ന് നേരെ പോർട്ടിൽ പോയിട്ട് ഇവിടെ നിന്ന് നേരെ ഇവിടെ നിന്നാണ് ക്രൂസിൽ കയറിയത്. അവിടെ നേരെ മലേഷ്യക്ക് പോയി, അവിടെ നേരെ ഫുക്കറ്റ് പോയി, ഫിഫി ഐലൻഡൊക്കെ കണ്ടു. തിരിച്ച് ഞങ്ങളിപ്പോൾ ഇന്ന് രാത്രി പോകും. അതിന് മുമ്പായിട്ടാണ് ഞങ്ങളിങ്ങനെ നമ്മുടെ ധാരാളം ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും കാണാൻ വന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ ബിരിയാണി കഴിച്ചു. ഇവിടെ വന്നിട്ട് നമ്മൾ നല്ല അടിപൊളി ബിരിയാണി ഒക്കെ കഴിച്ചു. കൊള്ളാം. അപ്പം സിംഗപ്പൂര് അനീഷേട്ടൻ ആദ്യമായിട്ടല്ലോ വരുന്നത്? പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഈ ക്രൂയിസ് എത്ര ദിവസം ഉണ്ടായിരുന്നു? അത് ആക്ച്വലി ഞങ്ങള് 11-ാം തീയതി രാവിലെ, അതായത് 10 രാത്രി ഞങ്ങൾ അവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് കയറി. 11 രാവിലെ ഇവിടെ എത്തി. ഇവിടുന്ന് ഡോക്ക് ചെയ്തിരിക്കുന്ന ഇവിടെയാണ്, ഇവിടുത്തെ പോർട്ടിലാണ്, സിംഗപ്പൂർ പോർട്ടിൽ നിന്ന് എടുത്തു. 11, 12, 13, 14 4 ദിവസം 4 നൈറ്റ്, ഡേ ആൻഡ് നൈറ്റ് ഞങ്ങൾ ഷിപ്പിനകത്തായിരുന്നു. ഇടയ്ക്ക് വൈകുന്നേരം ഇപ്പോൾ മലേഷ്യയിൽ കുറച്ച് നേരം ചെലവഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ പറഞ്ഞ ഫുക്കറ്റിൽ കുറച്ച് നേരം ചെലവഴിച്ചു. വീണ്ടും ഷിപ്പിലേക്ക് വരും. ഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അമേസിങ്, നമ്മൾ അൺബിലീവബിൾ ആണ്. കാരണം നമുക്കൊരു ഷിപ്പിലാണ് പോകുന്നതെന്ന് അറിയണമെങ്കിൽ പുറത്തിറങ്ങി നോക്കണം, ബാൽക്കണിയിൽ ഒക്കെ നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ഒരു 7 സ്റ്റാർ ഫെസിലിറ്റി, 10,000 പേര് യാത്രക്കാരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന, എപ്പോഴും ഫുഡും കാര്യങ്ങളും അങ്ങനെ കാഴ്ചകളും കൗതുകങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ആന്തം ഓഫ് ദ സീ എന്ന ഷിപ്പായിരുന്നു. സൂപ്പർ ക്രൂസ് ആയിരുന്നു. ഇപ്പം തിരിച്ച് നാട്ടിലോട്ട് പോകണം. അതെ, ഇപ്പം ഞങ്ങൾ ഇവിടെ പോർട്ടിൽ വന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ഇവിടെ നേരെ ഈവനിങ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പം അതിലേക്ക് കയറി. ഇപ്പം മുസ്തഫയിലൊന്ന് കയറണം, കുറേ സാധനങ്ങളൊക്കെ വാങ്ങണം. അത് ശരി. അനീഷേട്ടൻ ഭയങ്കര ഫ്രഷ് ആയിട്ടിരിക്കുന്നത്. അതാണ്, നമ്മൾ ഇത്രയും യാത്ര ചെയ്തിട്ട് ക്ഷീണമൊന്നും കാണുന്നില്ലല്ലോ. ക്ലൈമറ്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അടിപൊളി. ഫ്ലൈറ്റിനകത്ത് കുഴപ്പമില്ല, പക്ഷെ ഫിഫിയിൽ അവിടെയൊക്കെ പോകുമ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. പക്ഷേ എനിവേ ഇത് നമ്മൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മൾ കുറേ നല്ല കാഴ്ചകളും പിന്നെ കുറച്ച് നല്ല സൗഹൃദങ്ങളും ഒക്കെ അതിനകത്ത് തന്നെ കിട്ടി നമുക്ക്. അപ്പോൾ അതൊക്കെ വലിയ സന്തോഷം. പിന്നെ ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഇനിയിപ്പോൾ നമ്മൾ 19-ാം തീയതി ഞങ്ങളുടെ അളിയൻസിൻ്റെ 1000 എപ്പിസോഡിൻ്റെ ആഘോഷം നടക്കാൻ പോവുകയാണ്. ഓ, ശരി. അത് ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ഫെബ്രുവരി 19-ാം തീയതിയാണ്. ഉദയ കൺവെൻഷൻ സെന്റർ, കവടിയ. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ വന്നോളൂ കേട്ടോ, ഒരു കുഴപ്പമില്ല. എല്ലാവർക്കും സ്വാഗതം. അളിയൻസിന്റെ എപ്പിസോഡ് കാണുന്ന എല്ലാവർക്കും സ്വാഗതം. അതെ, അനീഷേട്ടൻ പലതരത്തിൽ ഫേമസ് ആണ്. അതായത് ഈ ഒരു അലിയൻസ് എന്ന് പറഞ്ഞ ഒരു സീരിയൽ കോമഡി ഇത്, പിന്നെ അനീഷേട്ടൻ മിമിക്രി ഒക്കെ കാണിക്കാറുണ്ടോ? ഇപ്പൊ ഇപ്പൊ മിമിക്രി ഒക്കെ ചെയ്യാറുണ്ടോ? ഇപ്പൊ കുറച്ച് നാളായി ചെയ്തിട്ട്. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മിമിക്രിയുടെ അതിപ്പോ ഒരു ഹോട്ടലായതുകൊണ്ട് നമുക്ക് കുറെ ആൾക്കാരുള്ളത് കൊണ്ടും ഇനി ഒരു അവസരത്തിൽ വരുമ്പോൾ മിമിക്രി കാണിക്കാം. അതായത് സന്തോഷം. ഞാൻ അനീഷേട്ടന്റെ പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്, മിമിക്രിയുടെ പല എപ്പിസോഡ്സും ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ അളിയൻസിന്റെ അളിയൻസ് ഏറ്റവും വലിയ സന്തോഷം. അളിയൻസ് 1000, ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത കാര്യനിസാരം 1000 ആയിരുന്നു. അതെ. അപ്പൊ വലിയ സന്തോഷമാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റുകളൊക്കെ വലിയ എല്ലാവരും സ്വീകരിക്കുന്നതിനാണല്ലോ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവുന്നത്. അല്ല, അതൊക്കെ നമുക്ക് ഭയങ്കര റിലാക്സേഷൻ തരുന്ന കാരണം കോമഡി എന്ന് പറയുന്നത് ഒരു മറ്റുള്ള ഒരാളെ ചിരിപ്പിക്കാൻ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. നമ്മൾ അത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോലികളെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിത് കാണുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ്. അനീഷേട്ടനൊക്കെ അത് പ്രോജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല എഫേർട്ട് ഇട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അത്ര ആസ്വദിക്കാൻ പറ്റുന്നത്. എനിക്ക് എപ്പോഴും തോന്നാണ് സിംഗപ്പൂർ മലയാളികൾ
ഭയങ്കരമായിട്ട് കലാസ്വാദകരാണ്. ഇവിടെ തന്നെ ധാരാളം സംഘടനകളുണ്ട്. അതെ. മാത്രമല്ല ഇപ്പൊ തന്നെ ഞാൻ വരും എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കൂട്ടുകാരെല്ലാം ഓടിയെത്തി. ഇതെല്ലാം കലയെ സ്നേഹിക്കുന്നതുകൊണ്ട്, കലാകാരനെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് സ്നേഹമുണ്ട്, ഒരുപാട് ഇഷ്ടമുണ്ട്. എന്നും നിങ്ങൾ നൽകുന്ന, പ്രവാസികളായ നിങ്ങൾ നൽകുന്ന സ്നേഹവും ഇഷ്ടവും കരുതലും ഒക്കെയാണ് ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാരെന്ന് ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ. ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ആക്ച്വലി നമ്മളാണ് അങ്ങോട്ടാണ് താങ്ക്സ് പറയേണ്ടത്. ഇവിടെ വരാനും നമ്മളെല്ലാവരും ഒന്ന് കാണാനും പിന്നെ ഇങ്ങനത്തെ പരിപാടികൾ കീപ് ഗോയിങ്, ഞങ്ങളെ വീണ്ടും സന്തോഷിപ്പിക്കുക, ചിരിപ്പിക്കുക, ഞങ്ങൾക്ക് സന്തോഷം പകരുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഏറ്റവും കൂടുതൽ ആശ്വാസവും കാര്യങ്ങളുള്ളത്. ഒത്തിരി ആൾക്കാർ ഇവിടെ എല്ലാവരും അനീഷേട്ടനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അനീഷേട്ടൻ വന്നു. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു. ബൈ. നല്ല ചൂട് മട്ടൻ ബിരിയാണിയാണ് കഴിക്കാൻ ഞാൻ തീരുമാനിച്ചത്. അപ്പം ഞാനവിടെ വന്നിരുന്നു. നല്ലൊരു വെള്ള പ്ലേറ്റ് വെച്ച് അത് കഴിഞ്ഞിട്ട് 2 പപ്പടം ഉണ്ടായിരുന്നു, പിന്നെ ഒരു റൈത്ത, പിന്നെ ഒരു ചെറിയൊരു ചട്നി പോലത്തെ ഒരു സാധനം, പിന്നെ അച്ചാർ. ഇത്ര ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് വെള്ള ബൗളിനകത്ത് നല്ല ചൂട് മട്ടൻ ബിരിയാണി വെച്ചു. 2 സ്പൂണും ഫോർക്കും ഒക്കെ തന്നായിരുന്നു കേട്ടോ. അപ്പോൾ എന്നിട്ട് കുറച്ചെടുത്ത് നമ്മുടെ പ്ലേറ്റിലോട്ടിട്ട് നമ്മളതങ്ങ് കഴിച്ചു. നല്ല അസാധ്യമായിട്ടുള്ളൊരു ബിരിയാണി ആയിരുന്നു അത്. നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അതായത് അവിടെ ഒത്തിരി വെറൈറ്റി ഉണ്ട്. ഫിഷ് ബിരിയാണി ഉണ്ട്, മട്ടൻ ബിരിയാണി ഉണ്ട്, ബാംബു ബിരിയാണി ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ബിരിയാണി ഉണ്ട്. ഞാനിതിപ്പോൾ സ്പൂൺ കൊണ്ടാണ് കഴിക്കുന്നത്. ആക്ച്വലി നല്ല കൈ കിട്ടും, നല്ല കുഴച്ച് കഴിക്കേണ്ടതാണ്. ഞാൻ പല പരിപാടികൾ ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിപ്പം സ്പൂണും കൊണ്ട് കഴിക്കുന്നത്. നല്ല ഒരു പീസ് എടുത്തിട്ട് ഇച്ചിരി റൈസും എടുത്ത് കൊള്ളാം, അടിപൊളിയാ. ബൈ ബൈ. നല്ല ഫുഡായിരുന്നു. അപ്പോൾ താങ്ക് യു മനാഫ്. അപ്പോൾ ബൈ ബൈ.